നമ്മുടെയൊക്കെ പിറന്നാളാണ് എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ പലരും വലിയ രീതിയിൽ ആഘോഷമാക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കും ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ആയിരിക്കും. പിറന്നാളല്ലേ, ഈ ദിവസം പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല, അങ്ങനെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് പലരുടെയും ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു പിറന്നാൾ ദിനം കടന്നു പോകുന്നല്ലേ. ചിലപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് ആ ഒരു ദിവസം വിട്ടുപോകും. അത്ഭുതപ്പെടാനൊന്നുമില്ല, പലർക്കും സംഭവിക്കുന്നതാണ്. ഇഷ്ടങ്ങൾക്ക് പിന്നാലെ ഓടി നടക്കുന്നതിനിടെ പിറന്നാൾ പോലും മറന്ന ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആള് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. ബുക്ക് സ്റ്റോളിലെത്തിയ താരത്തിന്റെ പിറന്നാൾ മാതൃഭൂമി അങ്ങ് ആഘോഷമാക്കി. എഴുത്തുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവലായ മാതംഗലീലയുടെ കവർ പ്രകാശനത്തിന് എത്തിയതായിരുന്നു മലയാളികളുടെ സ്വന്തം താരം ഇന്ദ്രൻസ്. പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് നമുക്കൊരു താരത്തെ കിട്ടിയിട്ടുണ്ട്. പുസ്തകത്തിനിടയിലെ താരമാണ്. ഈ പുസ്തകം പോലെ തന്നെയാണല്ലേ കഥാപാത്രങ്ങളും കാര്യങ്ങളും. എങ്കിലും ഇന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക പ്രസരിപ്പ് മുഖത്തുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇന്നിപ്പം നമ്മുടെ ഒരുപാട് കാലത്ത് തയ്യാറെടുപ്പിന് ശേഷം ഇന്ന് സന്തോഷിച്ചിരിക്കുന്ന നോവല് വന്നിരിക്കുവാണ്. അപ്പം അതിൻ്റെ ഒരു പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ അല്ലേ, ആ ഒരു സന്തോഷമുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് 1956 ഈ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. മാർച്ച് 16 മറന്നുപോയത്? പിറന്നാളാണ്. അപ്പോൾ ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ, മാതൃഭൂമിയുടെ ഹാപ്പി ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങൾ പിന്നീട് ഓർക്കുമ്പോൾ ഏറ്റവും വ്യത്യസ്തമായ ബർത്ത്ഡേ ആണോ പുസ്തകങ്ങൾക്കിടയിലൊരു പിറന്നാൾ? നമ്മളറിയാറില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ പിറന്നാൾ വരുന്നതും പോകുന്നതും ഒന്നും ആഘോഷിക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. അപ്പോൾ ഈ മുമ്പ് അമ്മയുള്ളപ്പോഴത്തേക്ക് വിളിച്ച് പറയും, എവിടെയാണെങ്കിലും നീ എവിടെ, ഇത് നിന്റെ ജന്മനാളാണ്, നീ അടുത്ത് വഴക്കുണ്ടാക്കല്ലേ, പിണങ്ങല്ലേ, അല്ലെങ്കിൽ കോവിലൊക്കെ പോണേ എന്നൊക്കെ പറയും. അതല്ലാതെ നമ്മൾ ഓർക്കുകയോ ആഘോഷിക്കുകയോ ഒന്നുമില്ല, അങ്ങനെ ശീലമില്ല. ഇതിപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഈ പിറന്നാളൊരു എഴുത്തുകാരൻ കൂടിയായില്ലേ. മാതൃഭൂമിയിലൂടെ ആത്മകഥയുടെ കംശമൊക്കെ നമ്മൾ വായിച്ചു. അന്ന് ഉറക്കം എഴുന്നേറ്റ് ആടലോടത്തിൻ്റെ ചോട്ടിൽ എഴുന്നേൽക്കുന്നതൊക്കെ ഞങ്ങളെല്ലാവരും വായിച്ചു. അപ്പോൾ ഉള്ളിൽ എങ്ങനെയാണ് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്? വായനയൊക്കെ എങ്ങനെയാണ്? വായന മാത്രമേ ഉള്ളൂ എനിക്ക്, അല്ലാതെ വേറെ ഈ പറഞ്ഞ കണക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ വേറെ ത്രാണി വേറെ ഒന്നുമല്ല. പുസ്തകങ്ങളാണ്. ഇഷ്ടപ്പെട്ട പുസ്തകമോ കഥാപാത്രം എന്തൊക്കെയാണ്? ഒരുപാട് പുസ്തകങ്ങൾ ഇഷ്ടം. എല്ലാവരും കൂട്ടുകാർ അത് നല്ലതാ എന്ന് പറയുമ്പോൾ അത് വായിക്കും. അങ്ങനെയാണ് വായന. വളരെ സ്ലോവാണെങ്കിലും വാങ്ങിക്കാറുണ്ട് പുസ്തകങ്ങൾ. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷം ഇവിടെയാണ്, മാതൃഭൂമി ബുക്സിലാണോ? കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടി കുറച്ച് നേരം നിൽക്കും. പിറന്നാൾ സമ്മാനമായിട്ട് സ്വയം പുസ്തകം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടോ? എങ്ങനെയാ? പുസ്തകം വാങ്ങണോ? 2 വാങ്ങും അല്ലേ? എന്തായാലും ഞാൻ പണ്ടത്തെ പോലെ അല്ല കേട്ടോ. ഇപ്പം കാണുമ്പോഴത്തേക്ക് ഒരു ഗൗരവം മുഖത്തുണ്ടോ എന്ന് തോന്നും. ഇപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ അങ്ങനെ അതുകൊണ്ടാണോ? അല്ല, വയസ്സായതിൻ്റെ ഒക്കെ കാണും. അപ്പോൾ എന്തായാലും പിറന്നാൾ മറന്നു എന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പം രാവിലെ പിന്നെ അത് നമ്മുടെ ഒരു ആഘോഷിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ടങ്ങ് മറന്നു പോകും. അത് നോക്കിയിരിക്കാറില്ല. കാരണം അങ്ങനെ ഇനിയും 10-60 കൊല്ലം ആഘോഷിക്കേണ്ടി വരൂലേ. അപ്പോൾ എന്തായാലും ഒരു വട്ടം കൂടി പിറന്നാൾ ആശംസകൾ നൽകുകയാണ്. നമ്മുടെ സ്വന്തം താരത്തിൻ്റെ പിറന്നാളാണ്. അപ്പം അത് മാതൃഭൂമി ബുക്സിലാണ്, പുസ്തകങ്ങൾക്കിടയിലാണെന്നുള്ളതാണ്. പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥൻ തന്നെ നമ്മുടെ ഉണ്ട്. രാഹുലെ, നമ്മൾ നമ്മുടെ പ്രിയ താരങ്ങളുടെയൊക്കെ പിറന്നാൾ ദിവസങ്ങളൊക്കെ തന്നെയും ആഘോഷമാക്കാറുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച്, മാധ്യമപ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചൊക്കെ സ്റ്റോറി ചെയ്യാറുണ്ട്, അപ്പോൾ അവരെ അതിഥികളൊക്കെ ആക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇന്ദ്രൻസേട്ടനെ സംബന്ധിച്ച് അത് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയല്ലേ? ഒന്ന്, അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമുള്ള വായന, അതിൻ്റെ ഒരു പരിപാടിയിലേക്ക്, മാതൃഭൂമിയിലേക്ക് എത്തുന്നു, ബുക്ക് സ്റ്റോളിലേക്ക് എത്തുന്നു. പക്ഷേ പിറന്നാൾ മറന്നുപോയി എന്ന് പറയാം. രാഹുൽ ചോദിക്കുന്നത് തന്നെ ഭയങ്കര നിഷ്കളങ്കമായിട്ടാണ് ചോദിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആഘോഷം? പൂജ, വ്യക്തിപരമായി ആദ്യമാണ് ഇന്ദ്രൻസിനെ അടുത്ത് കണ്ട് സംസാരിക്കാൻ അവസരം കിട്ടുന്നത്. നമ്മൾ ഈ പ്രധാനപ്പെട്ട ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ആളുകളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിക്കുക. എന്നിട്ടാകുമ്പോൾ എന്ത് ചോദ്യം ചോദിക്കണം, എങ്ങനെയാണ് ഒരു 2 മിനിറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുക എന്നൊക്കെയുള്ള തയ്യാറെടുപ്പ് നടത്താറുണ്ട്. ഇവിടെ നമ്മൾ 2 മിനിറ്റ് ഉണ്ടോ, അതിനെന്താ, എവിടെ നിൽക്കണം എന്നുള്ള ചോദ്യമായിരുന്നു. കാരണം നമ്മൾ ഈ ലാളിത്യമൊക്കെ എപ്പോഴും കണ്ടതാണ്. ഈ ചില ആളുകളെ, ചില കാര്യങ്ങളെ വായിച്ചറിയാമെന്ന് പറയും, ചിലത് കണ്ടു തന്നെ അറിയണം. ഈ ഇന്ദ്രൻസിനെ പറ്റി ആകുമ്പോൾ കണ്ടും തൊട്ടുമൊക്കെ അറിയാൻ കഴിയുമെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്ത് പരിപാടിക്ക് വന്നാൽ ആ പരിപാടി പൂർണ്ണമായി നീതി പുലർത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്ദ്രൻസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചായിരുന്നു വാദോടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അത്തരത്തിൽ എന്താണ് ഈ ദിവസത്തെ പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ സന്തോഷ് ഏച്ചിക്കാരൻ്റെ നോവൽ വരുന്നു എന്ന് പറയുന്നത് എഴുത്തുകാരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിനും അത്
വലിയ സന്തോഷമുള്ള കാര്യം. അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പിറന്നാളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പിറന്നാൾ മറന്നോ എന്ന്. പിന്നീടാണ് ഈ ആഘോഷവും കാര്യങ്ങളും ഒക്കെ നടന്നത്. അങ്ങനെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ പിറന്നാളൊക്കെ അങ്ങനെ ആയി പോകും എന്നുള്ളതാണ്. പിന്നെ തിരക്കുമുണ്ട്. രാവിലെ ഈ പൂജ പറഞ്ഞതുപോലെ ഒന്ന് കിട്ടാൻ, ഇന്ദ്രൻസിനെ ഒന്ന് കിട്ടാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഓട്ടത്തിലായിരുന്നു നമ്മുടെ പ്രിയ നടൻ. എന്തായാലും അത് ഈ ചോദിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വായനയെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നോ അതിനെയൊക്കെ മറികടക്കുന്ന വായന കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. കയ്യിൽ കിട്ടുന്നതെല്ലാം വായിക്കുന്ന ആളാണ്. ഒപ്പം മാതൃഭൂമി ഈ വീക്കിലിയിലൂടെ നമ്മൾ അത് കണ്ടു. വാരാന്ത്യ പതിപ്പിലൊക്കെ നമ്മൾ ഈ ഇന്ദ്രധനുസ് എന്ന് പറയുന്ന ആത്മകഥാംശമുള്ള ആത്മകഥ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ വായിക്കുമ്പോൾ എന്തുമാത്രം ലാളിത്യവും ഓരോന്ന് പറയുമ്പോഴും നമുക്ക് തന്നെ ഇന്ദ്രൻസിനെ കണ്ടാൽ സദാസമയം മുഖത്ത് പുഞ്ചിരി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ തിരിച്ചറിഞ്ഞൊരു വസ്തുതയാണ്. ടി.വിയിൽ പല കഥാപാത്രങ്ങൾ കാണുന്ന പോലെയല്ല, ദ റിയൽ ഇന്ദ്രൻസിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് എനർജിയാണ് ചുറ്റും കൂടെ ഒരു ഓറയുണ്ട്. ആ പോസിറ്റീവ് എനർജിയിലേക്ക് ചെന്ന് എന്നാണ് ഞാൻ സംസാരിച്ചത്. എന്തായാലും ഈ പിറന്നാളിന് 70ാം പിറന്നാളിന് അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സന്തോഷമുണ്ട്. ഒപ്പം ഈ പറയുന്നത് പോലെ യാതൊരു തയ്യാറെടുപ്പും ആമുഖങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് ഇടിച്ചു കയറി ചെന്ന് തൊഴാനും സംസാരിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടിയുള്ള തിരിച്ചറിവ് ഒന്നുകൂടി ശക്തിപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും പിറന്നാൾ ഓർക്കാനുള്ളൊരു സാവകാശം സമാധാനമൊക്കെ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ രാഹുൽ, അപ്പോൾ അവിടെ ഒരു നടന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് എഴുത്തുകാരനായ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ആദ്യ നോവൽ മാതങ്കലിയിലെ അതിന്റെ കവർ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് താരം എത്തിയത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സർപ്രൈസ്, ഒരു ആഘോഷം കൂടി മാതൃഭൂമി ഒരുക്കിയിരുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതിപ്പോൾ പണ്ടൊക്കെയുള്ള തമാശ നിറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോഴായാലും ആ ഒരു കഥാപാത്രങ്ങൾക്ക്, ആ ഒരു ഓർമ്മകൾക്ക്, ആ ചിരിക്കൊക്കെ ഇപ്പോഴും വലിയ ചെറുപ്പമാണ്. അപ്പോൾ 70ാം പിറന്നാളാണ്. ഇത്രയും കാലം മുന്നോട്ട് പോയിരിക്കുന്നത്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കുകളെല്ലാം കൂടി ചേർത്ത് വെച്ചപ്പോൾ മറന്നുപോയതാണ്. പക്ഷേ അത് ഓർക്കാൻ നമ്മളെല്ലാവരും ഉണ്ടാകുമല്ലോ. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഉണ്ടാകും. അങ്ങനെ ഇന്നത്തെ ദിവസം മാതൃഭൂമിയോടൊപ്പം ആഘോഷമാക്കിയിരിക്കുകയാണ് നമ്മുടെ പ്രിയ നടൻ. നമുക്കും ആശംസകൾ നേരാമല്ലേ? ശരി രാഹുൽ.